കൂട്ടരെ നിങ്ങൾക്കറിയണോ ഞങ്ങൾ കൊഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ? ഹായ് കഴിഞ്ഞില്ലേ? പഠിക്കോ 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 പഠിക്കോ. ഹായ് ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ചേട്ടാ പറ? ഞങ്ങൾ കൂട്ടരെ കൂട്ടണോ ഞങ്ങൾ കൊഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. എന്താ അറിയോ, ഇന്ന ഞാൻ നല്ല ഉറക്കായിരുന്നു. ആ ഉറക്കത്ത് വിളിച്ച് ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ച് എണീപ്പിച്ചതാട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പോൾ നമ്മളെ ലൈവിലേക്ക് വരുന്ന ഒരുപാട് പുതിയ ആൾക്കാർ നമ്മളോട് ചോദിക്കലുണ്ട്, നിങ്ങളെ പേരെന്താണ്, നിങ്ങളെ വീട് എവിടെയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, എത്ര മക്കളുണ്ട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് നമ്മളെ വിശേഷങ്ങൾ, നമ്മളെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഞാൻ ഇതിൻ്റെ മുന്നേ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എന്താ പറയുക, ഞാനൊരു എന്തടിച്ച് ഒറ്റയ്ക്ക് യൂട്യൂബ് എന്താ ചാനൽ എന്താണെന്ന് അറിയാതെ ചെയ്തൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. പക്ഷെ അതിലും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ലൈവിൽ വരുമ്പോൾ ഇനി എല്ലാവരും നമ്മൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒഴിവാക്കി നമുക്ക് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്കറിയാത്ത യൂട്യൂബിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരാണ്, നമ്മളെ പേരെന്താണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അല്ലേ. അപ്പോൾ എൻ്റെ പേര് അശ്വതി എന്നാണേ. നിങ്ങളെ പേരെന്താ? എനിക്ക് ഈ 30ാമത്തെ വയസ്സാട്ടോ. എനിക്കിപ്പോൾ 30 വയസ്സായി. നിങ്ങൾക്കോ? 38. വിജീഷാറിന് 38 വയസ്സ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒരാൾക്ക് 7 വയസ്സായി, രണ്ടാമത്തെ ആൾക്ക് 2.5 വയസ്സായി. അറിയോന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു. ചില അച്ഛന്മാർക്ക് ഓർമ്മ ഉണ്ടല്ല മക്കളെ വയസ്സൊന്നും. അമ്മമാരോട് ചോദിക്കും എത്ര വയസ്സായി എടീന്ന് അമ്മനോട് ചോദിക്കും. ഈ ചോദിക്കും. ചിലവരങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. പക്ഷെ ഞങ്ങളെ മോന്റെ ബർത്ത്ഡേ എന്നാന്ന് പറയുന്ന ചെറുതിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്. ചെറുതിന്റെ ബർത്ത്ഡേ എന്നാ പറയും? ഒരു മാസം 14. ഇത് മാസം എല്ലാ മാസവും 14 ഇല്ലേ? എല്ലാ മാസം 14 ഉണ്ടായി. ഏതെങ്കിലും ഒരു മാസം അന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? അപ്പൊ ഇങ്ങനെയുള്ള ഡാഡികളും ഇങ്ങനെയുള്ള പപ്പമാരും ഉണ്ട്. മക്കള് പപ്പാന്ന് വിളിക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെയുള്ള പപ്പമാരും ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ മൂത്താൾക്ക് 7 വയസ്സായി, ചെറിയ ആൾക്ക് 2.5 വയസ്സായി. മൂത്ത മോന്റെ പേര് ആദിദേവ് എന്നാണ്, രണ്ടാമത്തെ മോന്റെ പേര് അദ്വിൻ ദേവ് എന്നാണ്. അപ്പം നമ്മളെ വീട്ടില് അച്ഛനും അമ്മയും, വിജീഷാറിന്റെ അച്ഛനും അമ്മയും, ഏട്ടനും അനിയനും, വിജീഷാറിനും ഞാനും മക്കളും ആണ് ഉള്ളത്. ഇത്രയും ആൾക്കാർ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങളെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട് നിന്ന് വയനാട് റൂട്ട് വരുമ്പം നമ്മളെവിടേക്ക് പറയുന്ന പേര് നെടുമല എന്നാണ്. ഇവിടെ ഇപ്പൊ ആദ്യമൊക്കെ ഒരു പുരോഗമനം ഇല്ലാത്ത സ്ഥലമായിരുന്നു, പക്ഷെ ഇപ്പൊ അടിപൊളിയാട്ടോ. നല്ല പച്ചപ്പും ഒരു പക്ക നാട്ടുംപുറത്തുള്ള ഒരു ഫീലാട്ടോ ഇവിടെ. നമ്മളെ അടുത്ത വീഡിയോ എന്തായാലും നമ്മളെ നാടിനെ കുറിച്ചും നമ്മളെ നാട്ടും പ്രദേശത്തിനെ പറ്റി, നമ്മളെ വീടിന്റെ അടുത്തുള്ള പുല്ലുമലയിലൊക്കെ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ അത് വിഷയത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയി ചേട്ടാ. നമ്മൾ കോഴിക്കോടാണ്. കോഴിക്കോട് വയനാട് റോഡിന് വരുമ്പം കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഒരു പക്ക നാട്ടുമ്പുറാണ്. നെടുമല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മളെ വീട്. പിന്നെന്തൊക്കെയാ ചോദിക്കല്? അപ്പൊ ഇത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ നമ്മളെ ലൈവിലാട്ടോ അധികം ആൾക്കാരും ഇല്ലേ. നമ്മളെ ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെ ചാനൽ ഒന്ന് ഓൺ ആയതിട്ട് ഒരു സൂപ്പറായി വരുന്നത്. വെച്ചാൽ കുറേ ആൾക്കാർ നമ്മൾ പുതുതായിട്ട് വരുന്നത്, കമന്റ് പറയുന്നത്. ഇത് നമ്മള് മുമ്പേ ചെയ്യേണ്ടിനില്ലേ? ഇത് ഈ ശരിക്കും ലൈവ് എത്ര 500 സബ് ആകുമ്പോന്ന് തോന്നുന്നു ലൈവ് എനേബിൾ ആവുക. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഓരോ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ പഠിച്ച് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഞങ്ങളെ യാത്രയിൽ അല്ലേ, നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും കൂട്ടും സ്നേഹവും ഒക്കെ വേണം. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ചേർക്കണം, ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ചേർക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു
പുത്തൻ വീഡിയോ ആയിട്ട് വരാം അല്ലേ. അടുത്ത വീഡിയോ എന്തായാലും കാണാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ നമ്മുടെ നാടിനെ കുറിച്ചുള്ള, നാട്ടിലൊരു ഒരു 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 അടിപൊളി സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ കൂട്ടാക്കുക. സപ്പോർട്ട് ചെയ്യല്ല, ഞങ്ങളെ കൂട്ടാക്കുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്താലേ ഞങ്ങൾ ചെയ്യുന്ന അടുത്തടുത്ത പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. പറയൂ. ബൈ. കൂട്ടുകൂടാൻ വായോ. ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഓക്കെ, ബൈ. ആദർശിൻ്റെത് ഞങ്ങൾ കട്ടെടുക്കും. ബൈ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഇന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന അടുത്തടുത്ത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.